ഹലോ ഗൈസ്, നമ്മളതാ വീണ്ടും എത്തിക്കുകയാണ് അടുത്ത ട്രിപ്പായിട്ട് പൊളിക്കാനായിട്ട്. ഇന്ന് പാലക്കാട് നിന്ന് സ്കൂളിൽ നിന്നായിരുന്നു ട്രിപ്പ്. 3 വണ്ടിയാണ്. നമ്മുടെ മാർക്കോ ഗന്ധർവൻ അപ്പുറം നിൽക്കുന്നുണ്ട്, നമ്മുടെ ബോസ് ബേബി അപ്പുറം നിൽക്കുന്നുണ്ട്, നമ്മുടെ സുധീഷ്, വേണുവേട്ടൻ, റോക്സൻ ബ്രോ. നമ്മൾ 4 പേരാണ് വന്നിരിക്കുന്നത്. പാക്കേജസ് ഉണ്ട്, പാക്കേജസ് അങ്ങോട്ട് പോയിക്കാണ്. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ എത്തിക്കണത് മ്യൂസിയമാണ്, തൃപ്പൂണിത്തറ. ഇനി ഇവിടുന്ന് നമ്മൾ പോകുന്നത് എറണാകുളം ക്രൂയിസാണ്. ക്രൂയിസിൽ നിന്ന് നമ്മൾ ഫുഡൊക്കെ കൊടുത്ത് അടുത്ത മ്യൂസിയം കാണിച്ച് പാലക്കാട് രാത്രി ഫുഡും കഴിച്ച് തിരിക്കും. അപ്പോൾ നമ്മൾ അടുത്ത് പൊളിക്കുന്ന വീഡിയോ നമ്മളിനി അടുത്തായിട്ട് കാണാം. ബൈ. അപ്പോൾ ഗൈസ്, ഇത് രാവിലത്തെ വീഡിയോ കേട്ടോ. രാവിലെ ആലിബാബയിൽ നിന്ന് ഫുഡ് കൊടുത്തായിരുന്നു തൃശ്ശൂരുള്ളത്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതായിരുന്നു. ഫ്രൂട്ട് സലാഡ്, അങ്ങനെ അപ്പം, മുട്ട റോസ്റ്റ്, മുട്ടക്കറി, ബ്രെഡ്. പിന്നെ ഇതാ അനിലേട്ടൻ, നമ്മുടെ സ്വന്തം അനിലേട്ടൻ. ആൾ ഫുള്ള് ബിസിയാണ് കേട്ടോ. പിന്നെ പിള്ളേരായിട്ട് ഒരു യോയൊക്കെ ഇട്ട് അങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ പിള്ളേരൊക്കെ വണ്ടിയിലോട്ട് കയറാൻ തുടങ്ങി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് വണ്ടിയിലോട്ട് കയറിക്കൊണ്ടിരിക്കുന്നതാണ്. ചാടി മറിഞ്ഞൊക്കെ പോകുന്നുണ്ട്. പിന്നെ ഇതാ നമ്മുടെ ചെക്കൻ സനീഷ്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ അങ്ങനെ മ്യൂസിയത്തിൽ നിന്ന് നമ്മുടെ കുറച്ച് ഫ്രണ്ട്സിനെ കണ്ട് അവരൊക്കെ സംസാരിച്ച് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് നമുക്ക് ചായ കുടിക്കാൻ വന്നത്. അങ്ങനെ നമ്മുടെ ചെക്കൻ സുധീഷ് പറയുന്നതായിരുന്നു, നമുക്ക് ചായ കുടിക്കാൻ തോന്നി. അപ്പം ഞങ്ങൾ 5 പേരും കൂടിയിട്ട് ചായ കുടിക്കാൻ പോവാണ്. അങ്ങനെ നമ്മൾ ചായക്കടയിൽ എത്തിയതാണ്ട. സുദർശൻ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പപ്സ്. പിന്നെ വേണുവേട്ടന് ഫുള്ള് സംശയമാണ് ഗൈസ്. വെജിറ്റബിൾ പപ്സും മേടിച്ചിട്ട് ചിക്കനാണ് പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ നമ്മുടെ പിള്ളേരൊക്കെ വന്ന് വണ്ടിയിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. മ്യൂസിയത്തിൽ നിന്ന് 2 വണ്ടിയിലോട്ടും കയറി നമ്മുടെ വണ്ടിയിലോട്ടും കയറുന്നുണ്ട്. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ എടുത്ത് പോയി നമ്മുടെ ചെക്കനായിട്ടൊരു വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ ചെക്കൻ്റെ പാസ്സൊക്കെ അടിച്ച് ഇങ്ങനെ വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ മറൈൻ ഡ്രൈവ് എത്തി. പിള്ളേർക്ക് പാട്ടൊക്കെ ഇട്ടോടത്ത് കളിച്ച് അടിപൊളിയാക്കി. പിന്നെ നമ്മൾ നേരെ പോയത് ക്രൂസിലോട്ടാണ്. പിള്ളേർ കയറിക്കൊണ്ടിരിക്കുന്നത്. അനിലേട്ടനെ അതിൽ വെച്ചൊക്കെ പിള്ളേർ കയറ്റുന്ന തിരക്കിലാണ്. ഇതാ നോക്കൂ, 2 പേരെ കൊണ്ടുപോകാത്തതിൻ്റെ സങ്കടത്തിലാണ് ഗെയ്സ് 2 പേര്. അങ്ങനെ നമ്മുടെ പൈലറ്റ് ക്രൂയിസ് ഇങ്ങോട്ട് അനക്കിയിട്ടുണ്ട് ഗെയ്സ്. പതിയെ റിവേഴ്സ് എടുത്ത് ക്രൂയിസ് ഇങ്ങോട്ട് അനങ്ങി പുറകോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഗെയ്സ്. പിന്നെ പറയാൻ വിട്ടു കേട്ടോ, അതാണ് നമ്മുടെ ക്രൂയിസിൻ്റെ നെയിം ക്ലാസിക് പാരഡൈസ് എന്നാണ്. അപ്പോഴേക്കും ചേട്ടന്മാരിതാ ബിരിയാണിയൊക്കെ റെഡിയാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ സനീഷ് പിള്ളേരെയൊക്കെ ഫുഡ് കഴിക്കാൻ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിള്ളേരതാ ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങി. പിന്നെ നമ്മുടെ അനിലേട്ടൻ പ്ലേറ്റൊക്കെ വൃത്തിയാക്കി പിള്ളേർക്ക് കഴിക്കാൻ കൊടുക്കണം കേട്ടോ. നമ്മുടെ സ്വന്തം അനിലേട്ടനാണേ. അപ്പോഴാണ് ഗൈസ് പുറത്ത് നോക്കിയപ്പോൾ ഒരു ഭീമൻ ഷിപ്പ് നിൽക്കുന്നുണ്ട്. അത് ഷിപ്പിലെ ചേട്ടൻ പിള്ളേർക്കെല്ലാം പറഞ്ഞു കൊടുക്കും. വെള്ളാർപാടത്താണ് കണ്ടെയ്നർ ലോജിസ്റ്റിക് സെന്റർ ആണ്. എന്ന് വെച്ചാൽ 70 ദശലക്ഷം ഒരുപാട് കണ്ടെയ്നറുകളാണ് അറബിക്കടലിൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നത്. പിന്നെ ഞാൻ ക്രൂയിസിന്റെ പുറകിൽ പോയി കുറച്ച് വെള്ളം കണ്ട് ആസ്വദിച്ച് പുറകത്തെ ഇതാണ്ടോ ഷിപ്പ് ലോജിസ്റ്റിക് സെന്റർ ആണ്. പിന്നെ ഞാനും അനിലേട്ടനും അതിൽ വെച്ചൊക്കെ ഫുഡ് കഴിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് പുറത്ത് പോയി കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് പിന്നെ മുകളിൽ പോയി ഒരു ഡാൻസൊക്കെ കണ്ട് പിന്നെ താഴെ പോയി DJ ഹാളിൽ പാട്ടൊക്കെ വെച്ച് നല്ല അടിച്ച് പൊളിച്ച് പിള്ളേർ കളിക്കണ കളിയുണ്ടോ ഗെയ്സ്. പിന്നെ പുറത്ത് നോക്കിയപ്പോൾ വേറെ ഷിപ്പ് പോകുന്നുണ്ട്. ഇതെന്താ സാധനം എനിക്ക് അറിഞ്ഞൂടാ, എന്താണ് പർപ്പസ് എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ആർക്കെങ്കിലും അറിയെങ്കിൽ കമൻറ്റ് ചെയ്യണം. നമ്മളിതാ അങ്ങനെ അടുത്തോണ്ടിരിക്കുകയാണ്. ചേട്ടന്മാരാണെങ്കിൽ ഇതാ ഷിപ്പിനെ തളച്ചോണ്ടിരിക്കുകയാണ് ഗെയ്സ്. അത് കഴിഞ്ഞ് പിള്ളേർക്ക് ഇറങ്ങാനായിട്ട് സ്റ്റെപ്പൊക്കെ വെച്ച് കൊടുത്ത് ചേട്ടന്മാർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിള്ളേരത് ഇറങ്ങി. അത് കഴിഞ്ഞ് നമ്മൾ പോയത് തേവരയിലുള്ളൊരു മ്യൂസിയമാണ്. അത് കഴിഞ്ഞ് നമ്മൾ നാരങ്ങവെള്ളം കുടിക്കാൻ പോയി. സുധീഷ് നാരങ്ങവെള്ളം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഗൈസ്. നമ്മൾ ഉപ്പ് സാർ ഉണ്ടാക്കുന്നത് അതേ ഗൈസ്, നാരങ്ങവെള്ളം കൊടുത്ത് കുലിക്കാണ് പറഞ്ഞപ്പോൾ ആള് വിശ്വസിച്ചു ഗൈസ്. പിന്നെ നമ്മുടെ 3 പയ്യന്മാരും ഇവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ അവിടെ നിന്ന് വണ്ടി എടുത്ത് നല്ല ഡാൻസൊക്കെ കളിച്ച് പാട്ടൊക്കെ വെച്ച് പവറാക്കി അങ്ങോട്ട് പോയി. പിന്നെ തിരിച്ച് ആലിബാബ എത്തി. അവിടെ നിന്ന് ഡിന്നറും കഴിച്ച് പിള്ളേർ ഫുള്ള് ഹാപ്പി, ഫുള്ള് പവറാക്കി പൊളിച്ചടുക്കി. പിന്നെ അങ്ങനെ തിരിച്ച് നാട്ടിലെത്തി. സ്കൂളിൽ പിള്ളേരൊക്കെ ഇറക്കി വിട്ട് നമ്മളങ്ങനെ പോവാൻ റെഡിയായി നിൽക്കുമായിരുന്നു. അപ്പോൾ ടീച്ചേഴ്സ് ഫോട്ടോസൊക്കെ എടുക്കണം എന്നിട്ട് ഒന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പോവാണ് കേട്ടോ. ടാറ്റ ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാ സപ്പോർട്ടിനും എല്ലാവർക്കും വളരെ നന്ദി. ബൈ.